ഇവരെന്ന് പറയുന്ന വിശ്വാസം എന്ന് പറയുന്ന മതം എന്ന് പറയുന്ന സ്ത്രീകൾ മാത്രം അടിച്ചമർത്താനുള്ള ഒരു ഐക്കണായിട്ട് അവർ കണ്ടേക്കുവാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഒരിക്കലും ഈ തലമറിക്കുന്ന കാര്യം, എനിക്ക് ഹിജാബ് ഇടാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ്. പെണ്ണിനൊരു അവഗണന ഇസ്ലാമിൽ ഇല്ല, ആണിനൊരു പ്രത്യേക പരിഗണന. അങ്ങനെയും തഖ്വയുടെ അടിസ്ഥാനത്തിലും അതുപോലെ അവരുടെ ഉത്തരവാദിത്വത്തിന്റെ അടിസ്ഥാനത്തിലുമല്ലാതെ ഇസ്ലാം കാണുന്നില്ല. ചില യുക്തിവാദികൾ ചോദിക്കാറുണ്ട്, ആണിന് ഇരട്ടി അവകാശം, പെണ്ണിന് പകുതി അവകാശം, അത് പെണ്ണിനെ അവഗണിച്ചതല്ലേ? രണ്ടാൾക്കും ബാപ്പ തന്നെയല്ലേ? സ്വത്തവകാശം എന്തേ ഇരട്ടിയും പകുതിയും എന്ന് ചോദിക്കുന്ന യുക്തിവാദികളുണ്ട്. അവർക്ക് ഇസ്ലാമിന്റെ തത്വങ്ങളെ കുറിച്ച് അറിവില്ല, ഇസ്ലാമിന്റെ നീതിയെ കുറിച്ച് അറിവില്ല, ഇസ്ലാമിന്റെ ആശയങ്ങളെ കുറിച്ച് അറിവില്ല. الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم. അതേ ഇസ്ലാം ദൂർത്തടിക്കാൻ വേണ്ടി അനുവദിക്കുന്നില്ല, അനാവശ്യമായി ചെലവഴിക്കാൻ അനുവദിക്കുന്നില്ല, അതുപോലെ പൂഴ്ത്തിവെക്കാൻ അനുവദിക്കുന്നില്ല, അഴിമതി നടത്താൻ അനുവദിക്കുന്നില്ല, ചതി നടത്താൻ അനുവദിക്കുന്നില്ല, അഹങ്കരിക്കാനും അസൂയ വെക്കാനും അനുവദിക്കുന്നില്ല. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പൂർണ്ണമായി സംരക്ഷിക്കേണ്ടത് പുരുഷനാണ്. അതേ, അവരാണ് സംരക്ഷിക്കേണ്ടത്. കുട്ടിക്കാലത്ത് ബാപ്പ, അതേ കല്യാണം കഴിഞ്ഞാ പിന്നെ ഭർത്താവ്, പിന്നെയോ പിന്നെ ആൺമക്കള്. അതുപോലെ തന്നെ സംരക്ഷിക്കേണ്ടവർ ആണുങ്ങൾക്കാണ് ഉത്തരവാദിത്വം, പെണ്ണിനല്ല. കല്യാണം കഴിച്ച പെണ്ണ് ജോലിയെടുത്ത് ജീവിക്കണമെന്ന് ഇസ്ലാമിലില്ല. പിന്നെയോ അവൾക്ക് വീട്ടിലതാ രാജ്ഞിയെ പോലെ കഴിയാം, വീട്ടിലിരുന്ന് അവളുടെ സന്തോഷത്തിന്റെ ജീവിതം സുരക്ഷിതമായി നടത്താം. ഒരു വെയിലിലും വിയർക്കാൻ പോകേണ്ടതില്ല, അതേ ഒരു ബസ്സും കാത്തിരിക്കേണ്ടതില്ല, ഒരു കടലിലും തോണിയുമായി പോയി മത്സ്യം പിടിക്കേണ്ടതില്ല, ഒരു കവുങ്ങിന്റെ മേലെ കയറിയും മടക്ക പറിക്കേണ്ടതില്ല, ഒരു ലോറിയിലും ചരക്ക് കയറ്റേണ്ടതില്ല, അതുപോലെ തന്നെ ഒരു ചുമട്ടു തൊഴിലാളിയോ മറ്റു തൊഴിലാളിയോ ആകേണ്ടതില്ല. അവള് നല്ല സുഭിക്ഷമായി വീട്ടിലിരുന്ന് ജീവിച്ചാൽ മതി. ചെലവെല്ലാം പുരുഷൻ കൊടുത്തോളണം, ഭർത്താവ് കൊടുത്തോളണം, അതേ ഭക്ഷ്യവസ്തുക്കൾ കൊടുത്തോളണം, അതേ മത്സ്യവും കറിയും ഒക്കെ കൊടുത്തോളണം, ഭക്ഷണം കൊടുത്തോളണം, അതേ വേണ്ടതെല്ലാം കൊടുത്തോളണം, അതേ ബ്രഷും പേസ്റ്റും ഒക്കെ കൊടുത്തോളണം. അവസാനം ഭക്ഷണം കഴിച്ച് ഇറങ്ങി വരുമ്പോ പല്ലിന്റെ ഉള്ളിൽ അവശിഷ്ടമെടുക്കാനുള്ള ഈർക്കിലി കഷ്ണം പോലും ഭർത്താവ് കൊടുത്തോളണം. പിന്നെ ഭർത്താവ് കൊടുക്കണമെന്ന് പറയണ്ടല്ലോ. പെണ്ണുങ്ങൾ ഭർത്താവിന് അറ കൊടുക്കണമെന്ന് ഒരൊറ്റ കിതാബിലുമില്ല. പിന്നെ പെണ്ണിന് റൂം കൊടുക്കണം, പെണ്ണിന് കട്ടിൽ കൊടുക്കണം, പെണ്ണിന് കോതരി കൊടുക്കണം, എല്ലാം പുരുഷൻ ചെലവ് വഹിക്കണം. സ്ത്രീ ഒരു ചെലവും വഹിക്കേണ്ടതില്ല, അവളെ സ്വന്തം കാര്യത്തിന്റെ തന്നെ ചെലവ് വഹിക്കേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാം പുരുഷൻ കൊടുക്കണം, ഭർത്താവ് കൊടുക്കണം. പിന്നെ മക്കള് രണ്ടാളും കൂറല്ലേ, അത് ശരിയാണ്. പക്ഷേ അവളുടെ ഉത്തരവാദിത്വം അവൾ നിർവഹിച്ചിട്ടുണ്ട്. അവള് നന്നായി വേദന സഹിച്ച് പ്രസവിച്ചിട്ടുണ്ട്. അതുപോലെ അവൾ ഗർഭം ചുമന്നിട്ടുണ്ട്. അവൾ ആ കുട്ടിയെ വില കൊടുത്ത് പോറ്റി വളർത്തുന്നുണ്ട്. അങ്ങനെ പല സംഗതികളും ഉമ്മ ചെയ്യുന്നുണ്ട്. അവൾ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. അതേ സമയത്ത് ഈ കുട്ടിയുടെ ചെലവ് അത് പൂർണ്ണമായി ബാപ്പ കൊടുത്തോളണം. അപ്പൊ ഭാര്യൻ്റെയും കൊടുക്കണം, മക്കളതും കൊടുക്കണം. ആര്? പുരുഷൻ കൊടുത്തോളണം. സ്ത്രീക്ക് ചെലവില്ല, സ്ത്രീക്ക് ഫ്രീ, എല്ലാം ഫ്രീ. സുബ്ഹാനല്ലാഹ്. സ്ഥാനമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് ചോദിച്ചു, ഞാൻ ഏറ്റവും കൂടുതൽ നന്മ ചെയ്യേണ്ടത് ആർക്കാണ് നബിയെ? ഉമ്മുക്ക, എന്റെ ഉമ്മാക്ക്. വീട് ചോദിച്ചു, പിന്നെ ആർക്ക്? ഉമ്മുക്ക, എന്റെ ഉമ്മാക്ക്. പിന്നെയും ചോദിച്ചു, പിന്നെ ആർക്ക്? പിന്നെയും പറഞ്ഞു ഉമ്മുക്ക, അതിന്റെ ഉമ്മാക്ക്. നാലാമത് ചോദിച്ചപ്പോൾ പിന്നെ അബൂക്ക, നിന്റെ ബാപ്പ എന്ന് പറഞ്ഞു. എന്തൊരു പരിഗണനയാണ് ഇസ്ലാമിൽ പെണ്ണിന്! സുബ്ഹാനല്ലാഹ്. ചെലവ് വല്ലാതെ കൂടുതലുള്ള ആള് പുരുഷനായതുകൊണ്ട് മരണപ്പെട്ടവരുടെ സ്വത്തവകാശം വിഹിതിക്കുമ്പോ
ആ പുരുഷന് ഇരട്ടി കൊടുക്കുന്നുണ്ട്. ചെലവൊന്നുമില്ലാത്ത പെണ്ണിന് പകുതിയാണ്. നമ്മൾ ഈ ചെലവിന്റെ കണക്ക് നോക്കിയാൽ വാസ്തവത്തിൽ തീരെ കൊടുക്കണ്ടെന്ന് പറഞ്ഞു പോകും. പക്ഷെ അങ്ങനെ അല്ല പറഞ്ഞിട്ടില്ല. അതേ പെണ്ണിന്റെ ഇരട്ടി പുരുഷന്മാർക്ക് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഇസ്ലാം അതിന്റെ നിയമങ്ങൾ വ്യക്തമായി പഠിച്ചൊരാള് മനസ്സിലാക്കിയാൽ ഇസ്ലാമിന്റെ ഒരു വിഷയത്തെയും ചോദ്യം ചെയ്യാൻ വകുപ്പില്ല. പക്ഷേ വിശദമായി പഠിക്കണം. കുറച്ച് പഠിച്ചാലോ അത് പിന്നെ ഞാൻ പറയണോ? 7 ദിവസത്തേക്ക് എഴുതിയ ഗുളിക 2 ദിവസം കുടിച്ചാലേ സുബ്ഹാനല്ലാഹ് രോഗം മാറൂല എന്നല്ല, ചിലപ്പോൾ വേറൊരു രോഗം വരും. അത് 7 ദിവസം തന്നെ കുടിക്കണം. അതതിന്റെ നിയമമാണ്. അത് ഡോക്ടർമാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. സുബ്ഹാനല്ലാഹ്. അതുപോലെ ഒരു ചട്ടി സിമന്റിന് ഇത്ര പൂഴി, അത് അങ്ങനെ ചേർക്കണോ? പൂഴി കുറച്ചാല് അതും കേടാവും, കൂട്ടിയാല് അതും കേടാവും. കൃത്യമായിട്ട് പോകണം. അപ്പോഴേ ആ ബിൽഡിങ്ങിന് ഭദ്രത ഉണ്ടാവുള്ളൂ. ഇതുപോലെ ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങൾ കൃത്യമായി പഠിക്കുകയും ഉൾക്കൊള്ളുകയും വേണം. പഠിക്കാത്തവൻ അറിവുള്ളവരോട് ചോദിച്ച് പഠിക്കണം. സ്വന്തത്തിൽ അവന്റെ ഇഷ്ടം പോലെ ചെയ്യാൻ പാടില്ല. ഈ അടുത്ത് ഒരു ഖബർസ്ഥാനിൽ തൽക്കീ ചൊല്ലി കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട്, ഓർമ്മ മറന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പൊ ചൊല്ലിക്കൊടുക്കുമ്പോ ഇമാമ് ഖിബില ബേക്കോട്ടാക്കി മയ്യിത്തിനെ കൊള്ള മുഖമാക്കിയിട്ടാണ് തൽക്കീ ചൊല്ലിക്കൊടുക്കുക. എല്ലാവർക്കും അറിയാം തൽക്കീ ചൊല്ലിക്കൊടുക്കൽ വേണ്ടതാണ് എന്ന്. എല്ലാ മുജാഹിദിന്റെയും ഏറ്റവും വലിയ സ്ഥാപക നേതാവായ ഇബ്നു അബ്ദുൽ വഹാബിന്റെ കിതാബ് തമന്നിൽ മൗത്ത് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഹദീസ് അടക്കം ഉദ്ധരിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ വെറുതെ അതിന് തർക്കിക്കാൻ പോണ്ട. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഓർമ്മിപ്പിച്ചു കൊടുക്കണം. ഓർമ്മിപ്പിച്ചു കൊടുത്താൽ മുഅ്മിനീങ്ങൾക്ക് ഫലം ചെയ്യും എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആർക്ക് ഓർമ്മിപ്പിച്ചു കൊടുക്കണം എന്നവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഓർമ്മിപ്പിച്ചു കൊടുക്കേണ്ടവരെ ഒക്കെ ഓർമ്മിപ്പിക്കണം എന്നാ. ഏറ്റവും കൂടുതൽ ഓർമ്മിപ്പിക്കേണ്ട ആളുകൾ ആരാണ്? ഒന്ന് മരിക്കാൻ നോക്കുന്ന ആള്. കാരണം അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ അപ്പോഴുള്ള ബേജാറ് പറയണോ, അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് മനസ്സിന് സ്ഥിരത നൽകണം റഹ്മാനേ. ആ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലണം. ചൊല്ലിയാൽ പുണ്യമാണ്. അതിന്റെ പേരിൽ ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുമെന്ന് പഠിച്ച പണ്ഡിതൻ പോലും മറന്നു പോകാൻ സാധ്യതയുള്ള സമയമാണ്. അതുകൊണ്ട് അവിടെ അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലണം. ചൊല്ലുക മാത്രം, ചൊല്ലുന്ന് പറയാൻ പാടില്ല. അയാൾ കേൾക്ക ചൊല്ല്. അപ്പൊ അയാൾക്ക് ഓർമ്മയായിട്ട് അയാൾ ചൊല്ലട്ടെ. അയാളൊന്നിങ്ങ് ചൊല്ലി കിട്ടിയാലോ പിന്നെ നമ്മളൊന്നും പറയാൻ പാടില്ല, വേറൊരു വർത്താനവും പറയരുത്. പിന്നെ അയാൾ വേറെ എന്തെങ്കിലും ദുനിയാവിന്റെ വർത്താനം പറഞ്ഞാലോ വീണ്ടും നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. ചൊല്ലിയാൽ അദ്ദേഹം ചൊല്ലി കിട്ടിയാൽ നിർത്തണം. ചൊല്ല് എന്ന് പറയാൻ പാടില്ല. അതൊക്കെ നിയമമുണ്ട്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അദ്ദേഹത്തിന് ഓർമ്മിപ്പിച്ചു കൊടുക്കാനാണ്. ഇതുപോലെ നാട് വിട്ടു, വീട് വിട്ടു, കുടുംബം വിട്ടു, റൂം വിട്ടു, അതേ കട്ടില വിട്ടു, കട്ടില് വിട്ടു, കിടക്ക വിട്ടു, തലയണി വിട്ടു, വിരിപ്പ് വിട്ടു, AC വിട്ടു, ഫാന് വിട്ടു, അതേ കൂടെ കിടക്കുന്ന ഭാര്യയെ വിട്ടു, ഭർത്താവിനെ വിട്ടു. ഭാര്യ മക്കളില്ല, സ്നേഹിതന്മാരില്ല, കുടുംബങ്ങളില്ല, നേതാക്കളില്ല, അനുയായികളില്ല. ആദ്യമായി ഒരു ഇരുട്ടുള്ള സ്ഥലത്ത് ഖബറിൽ കൊണ്ടുപോയി വെച്ച് മേലെ മൂടുകല്ല് വെച്ച് മണ്ണിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു സമയം എന്തൊരു ബേജാറുള്ള സമയം. അതിന്റെ പുറമെ മലക്കുകൾ വന്ന് ചോദ്യം ചെയ്യുന്ന സമയം. അല്ലാഹുവേ, ആ സമയത്ത് സന്തോഷത്തോടെ ഉത്തരം നൽകാൻ സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിച്ചവർക്കും നീ ഭാഗ്യം തരണേ അല്ലാ. അങ്ങനെയുള്ള ഒരു സമയം
അതല്ലേ ലിഅസ്തഗ്നിസ ബിക്കും, നിങ്ങൾ എന്റെ ഖബറിന്റെ അടുക്കന്ന് പെട്ടെന്ന് പോകല്ലേ. എന്നെ മറവ് ചെയ്തതിന് ശേഷം ഒരൊട്ടകത്തെ അറുത്ത് അതിന്റെ മാംസം നുറുക്കി വിതരണം ചെയ്യുന്ന അത്രയും സമയം നിങ്ങൾ അവിടെ തന്നെ നിൽക്കണേ, നിങ്ങൾ പോകരുതേ. അഖീമു ഹൗല ഖബരി, അത്രയും സമയം നിങ്ങൾ അവിടെ നിൽക്കണേ. ലിഅസ്തഗ്നിസ ബിക്കും, നിങ്ങൾ അങ്ങനെ നിന്നാൽ എനിക്കൊരു സമാധാനമാണ്. ഓ സുഹൃത്തുക്കളെ, നമ്മൾ അതാ ആശുപത്രിയിൽ ഓപ്പറേഷന് വേണ്ടി കയറ്റിയ ഒരു രോഗി, ആ രോഗിയുടെ ഓപ്പറേഷനിലൊന്നും തന്നെ ഈ പുറത്തു നിൽക്കുന്ന ആൾക്കൊന്നും ചെയ്യാൻ കഴിയൂല. പക്ഷേ ഓപ്പറേഷന് കൊണ്ടുപോകുന്ന സമയത്ത്, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടക്കുന്ന സമയത്ത് ബാപ്പ അടുത്തുണ്ട്, ഉമ്മ അടുത്തുണ്ട്, അല്ലെങ്കിൽ ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. ഒരു വലിയ സമാധാനമല്ലേ? ഇതുപോലെ ഖബറിൽ വെച്ചിട്ടുള്ള മനുഷ്യൻ, അതാണ് മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു എന്ന സഹാബി വസിയ്യത്ത് ചെയ്യുന്നത്, നിങ്ങൾ പെട്ടെന്ന് പോകല്ലേ, എന്നെ ഖബറിൽ വെച്ചാൽ ഒരൊട്ടകത്തെ അറുത്ത് മാംസം വിതരണം ചെയ്യുന്ന സമയം നിങ്ങൾ അവിടെ നിൽക്കണേ. നിങ്ങൾ അവിടെ നിന്നാൽ എനിക്ക് വലിയ സമാധാനമാണ്. അപ്പൊ ഖബറിലുള്ള ആള് പുറത്തു നിൽക്കുന്ന വിവരം അറിയുന്നുണ്ട്, അതിനാൽ സമാധാനം ലഭിക്കുന്നുണ്ട്. സഹാബത്തിന്റെ വിശ്വാസമാണത്. അതിന്റെ പുറമെ ഹബീബ് നബി തങ്ങൾ സലൂലഹു അത്തസ്ബീഹ്, അതാ ഖബറിൽ വെച്ചവന് അല്ലാഹു തആല ചോദ്യത്തിന് ഉത്തരം ചെയ്യാൻ വേണ്ടി നിങ്ങൾ പടച്ച റബ്ബിനോട് അതാ ദുആ ചെയ്യണേ. സുബ്ഹാനല്ലാഹ്, മരിച്ചാൽ പിന്നെ അതോടെ തീർന്നു എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. അല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ എന്ന ആയത്തവരെ തെളിവും ഓതാറുണ്ട്. അത് തെളിവല്ല കേട്ടോ, അത് വിവരക്കേടാണ്. ആയത്തോതിയിട്ട് അതാ ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്നതിന്റെ ഒരു ഗുണവും മരിച്ചവർക്ക് കിട്ടൂല എന്ന് പറയുന്നത് വിഡ്ഢിത്തമാണ്. ഖബറിന്റെ അടുക്കൽ വെച്ച് തസ്ബീഹ് ചൊല്ലുന്നത് എന്തിനാണ്? മയ്യിത്ത് നിസ്കരിക്കുന്നത് എന്തിനാണ്? മയ്യിത്ത് നിസ്കാരത്തിൽ മയ്യിത്തിന്റെ പേരിൽ ഫാത്തിഹ ഓതുന്നത് എന്തിനാണ്? അതുപോലെ മയ്യിത്തിന് വേണ്ടിയുള്ള ദുആ എന്തിനാണ്? അതൊക്കെ ചോദ്യത്തിന്റെ ഉത്തരം മയ്യിത്തിന്റെ ഗുണത്തിന് തന്നെ. അപ്പൊ മയ്യിത്തിനും ജീവിച്ചിരിക്കുന്നവര് ചെയ്യുന്ന കാര്യങ്ങൾ ഫലിക്കുമെന്നത് ലോകത്തൊരു മുസ്ലിമിനും തർക്കത്തിന് അവകാശമില്ലാത്ത, തർക്കമില്ലാത്ത കാര്യമാണ്. മരിച്ച വീട്ടിലും ഖബറിന്റെ സമീപത്തും അടക്കം മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിച്ച് തമ്മിൽ തല്ലിക്കണമെന്ന് വിചാരിക്കുന്ന പുത്തൻവാദികൾ മാത്രമാണ് അതിനെതിരെ ശബ്ദമുയർത്തിയത്. മുസ്ലിമീങ്ങൾ ആരും അതിനെതിരെ ശബ്ദമുയർത്തുന്നില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് ആ ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് അവിടെ നിന്നാൽ തന്നെ ഫലം കിട്ടുമെന്നാണ് സഹാബത്ത് പറയുന്നതെങ്കിൽ, ചോദ്യത്തിന്റെ മറുപടി ഒന്ന് പറഞ്ഞു കൊടുക്കുകയും കൂടി ചെയ്താൽ അദ്ദേഹത്തിന് ചോദ്യത്തിന്റെ മറുപടി ഓർമ്മ വരുന്നു. അതിനു വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് തൽഖീൻ ചൊല്ലിക്കൊടുക്കുക എന്ന പരിപാടി. അതാണ് ശൈഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ അസ്നൽ മതാലിബ് എന്ന കിതാബിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഈമാനുള്ളവർക്ക് ഫലം ചെയ്യും, ഓർമ്മിപ്പിച്ചു കൊടുക്കണം. മനുഷ്യരെ ഏറ്റവും കൂടുതൽ ഓർമ്മിപ്പിക്കപ്പെടേണ്ട സമയം ഖബറിലുള്ള സമയമാണ്. അതുകൊണ്ട് മലക്കുകളെ ചോദ്യത്തിന്റെ മറുപടി ഓർമ്മിപ്പിച്ചു കൊടുക്കുകയെന്ന തൽഖീൻ അത് സുന്നത്താണ്. മയ്യിത്തിന് വലിയ ഫലം കിട്ടുന്നതാണ്. ചൊല്ലിക്കൊടുക്കുന്നവർക്ക് വലിയ പ്രതിഫലം ലഭിക്കുന്ന അമലാണ്. സുബ്ഹാനല്ലാഹ്, അത് ചൊല്ലിക്കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഖബറിൽ കിടക്കുന്ന വ്യക്തിയിലേക്ക് അഭിമുഖമായി, അതാ അദ്ദേഹത്തിന്റെ മുഖത്തോട് അഭിമുഖമായി ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം ചൊല്ലിക്കൊടുക്കേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊക്കെ ചൊല്ലി വരാറ് അല്ലേ? ഇവിടെ അങ്ങനല്ലേ? അങ്ങനെയാണ്. അപ്പൊ ഒരു സ്ഥലത്തു നിന്ന് ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുമ്പോ ഒരു പുത്തൻവാദി, അവന്റെ പണി എന്താ? എവിടെയും സംശയം ഉണ്ടാക്കുക, വേറെ പണിയൊന്നുമില്ല. ആർക്കൊന്നും വേണ്ടത് പറഞ്ഞു കൊടുക്കില്ല, സംശയം ഇങ്ങനെ ഉണ്ടാക്കുക. അത് അവരുടെ ഒരു ഡ്യൂട്ടിയാണ്. അപ്പോ പറഞ്ഞു കൊടുത്തു. അടുത്തേക്ക് നാളോട് ചോദിച്ചു,
ആളെ പേരിപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ കെട്ടുകഥ പറയല്ല, ഉണ്ടായ സംഭവം പറയാം. ഒരു നല്ല കാര്യമല്ലേ ചെയ്യുന്നത്, നല്ല കാര്യം അയാൾക്ക് വിശ്വാസമില്ല കേട്ടോ. അയാൾ ഇവനെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ചെറുപ്പക്കാരനോട് പറയാം, ഒരു നല്ല കാര്യമല്ലേ ചെയ്യുന്നത്. അതെ, എന്നാ പിന്നെ ഖിബിലക്ക് തിരിഞ്ഞിട്ടല്ലേ ചെയ്യേണ്ടത്, ഖിബിലക്ക് തിരിഞ്ഞിരുന്നിട്ടല്ലേ ചെയ്യേണ്ടത്. പെട്ടെന്ന് സംശയം വരുമല്ലോ. പക്ഷെ ഈ ചെറുപ്പക്കാരൻ ബുദ്ധിയുള്ളവനാണ്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനാണ്. അയാൾ ഉടനെ തന്നെ പറഞ്ഞു, എടോ ഒരാളോട് സംസാരിക്കുമ്പോൾ ബാക്കിൽ നിന്നിട്ടാ സംസാരിക്കുക, മുന്നിൽ നിന്നിട്ടല്ലേ. ഇത് ഇയാൾക്ക് പറഞ്ഞു കൊടുക്കല്ലേ, പറഞ്ഞു കൊടുക്കുമ്പോൾ അയാളെ മുകളിൽ തിരിഞ്ഞിട്ടല്ലേ പറഞ്ഞു കൊടുക്കുക, ബാക്കിൽ നിന്നാ പറഞ്ഞു കൊടുക്കാന്ന് ചോദിച്ചു. പിന്നെ അവനൊന്നും പറയാനില്ല. നമ്മൾ നല്ല ചിന്തയുള്ളവരാകണം, എല്ലാവരും സാധാരണക്കാർ നല്ല ചിന്തയുള്ളവരാണ്. നമ്മളെ നാട്ടിലെ ഒരു അഹമ്മദാജി ഉള്ളതന്നെ പറയുന്നത്, അദ്ദേഹം ഒരു മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാൻ നോക്കുമ്പോ ഒരു ചങ്ങാതി ഖുർആൻ ഓതണ്ടാവും. അഹമ്മദാജി ചോദിച്ചാ എന്താ മോനെ ഖുർആൻ ഓതുന്നതിന് എന്താ? ഖുർആൻ ഓതിയാൽ മരിച്ചാക്ക് ഫലം കിട്ടൂല. അപ്പൊ ഇയാളുടെ ചോദ്യനാക്ക് ഫലം കിട്ടുമെന്ന് ചോദിച്ചു. കിട്ടുമെന്നു. പിന്നെ നീ എന്തിനാ തടയാൻ പോകുന്നത് ചോദിച്ചാൽ, ഓതുനാക്ക് ഫലം കിട്ടുമെന്ന് നീ തന്നെ പറയും. പിന്നെ വേണ്ടാന്നോ നീ ആ കിട്ടിക്കോട്ടെ. ഇങ്ങനെ നമുക്ക് ബുദ്ധി വേണമല്ലോ. ഞാനൊരു സ്ഥലത്ത് ഒരു മരിച്ച കുറെ പോയി, അനുജൻ സുന്നിയാണ്, ജേട്ടൻ മുജാഹിദാണ്. അപ്പോ ഈ അനുജൻ എന്നോട് ഇവിടുത്തെ ഖുർആൻ ഓതണ്ടാവും ജ്യേഷ്ഠൻ ഉണ്ടോ ഉമ്മ പറഞ്ഞു ഓതണോന്ന് പറഞ്ഞു. പിന്നെ ഉമ്മാനെ അവർക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഓതുകയാണ്. ഞാൻ ചോദിച്ചാൽ എന്താ അവർ പറഞ്ഞു? അവര് പറഞ്ഞു ഈ ഖുർആൻ ഓതെങ്കിലും ഓദിക്കോട്ടെ, പക്ഷേ പിന്നെ കൂലിക്ക് ഓതണ്ടാന്നാ പറഞ്ഞത്. കൂലിക്ക് ഓതണ്ട. ഞാൻ ചോദിച്ചാൽ അയാൾക്ക് എന്താ പണി? അയാൾ പള്ളിയിൽ ഇമാം വന്ന്, ഞാൻ അയാൾ കൂലിക്ക് നിസ്കരിക്കുന്ന ആളിനെ, പള്ളിയിലെ ഇമാം വന്നേ ശമ്പളം വരുന്നില്ല അയാൾ. അപ്പൊ അയാൾ കൂലിക്ക് നിസ്കരിക്കുന്ന ആളാ. നമുക്കാർക്കും നിസ്കരിച്ചിട്ട് 5 വയസ്സ് ഇതുവരെ കിട്ടിയില്ല. അയാൾക്ക് നിസ്കരിക്കുന്ന പൈസ കിട്ടലുണ്ട്. അതുകൊണ്ട് ഇമാമത്ത് പറ്റൂല എന്ന് പറയാൻ പറ്റും. ഇമാമത്ത് നിസ്കരിക്കാൻ പറ്റില്ല അറിയോ? കൂലിക്ക് നിസ്കരിക്കുന്ന ആളല്ലേ ആ മൗലവി എന്ന് ചോദിച്ചു ഞാൻ. സുഹൃത്തുക്കളെ, നമുക്ക് നല്ല ബുദ്ധി വേണം. ബഹുമാനപ്പെട്ട AP മുഹമ്മദ് മുസ്ലിയാരുടെ ഏറ്റവും വലിയൊരു പവർ അതായിരുന്നു. ഈ എന്ത് വിഷയമെങ്കിലും അതിന് മഹാനവറുകൾ നല്ല മറുപടി അറിയായിരുന്നു. ഇരിക്കട്ടെ, ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ ഖബറിലുള്ള ആൾക്ക് തെൽക്കീ ചൊല്ലി കൊടുക്കുമ്പോ സംശയം ഉണ്ടാക്കാണ്. ഈ സംശയം ഉണ്ടാക്കുന്നവരെന്നും സംശയം ഉണ്ടാക്കുന്നവരായിട്ട് ഇങ്ങനെ പോകും. അതേ സമയത്ത് നമ്മുടെ മുൻഗാമികളായ മഹാന്മാരെ പിന്തുടർന്ന് ജീവിക്കുന്ന ആളുകൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അവിടെ പിന്നെ എന്ത് പറ്റൂല, ചെറിയ അറിവ് വെച്ചിട്ട് വലിയ അറിവുള്ളവരെ ചോദ്യം ചെയ്യാൻ പോലും അത് വിവരക്കേടാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നല്ല ഒരു MD ഒക്കെ എടുത്ത ഒരു ഡോക്ടർ, ആ ഡോക്ടർ അദ്ദേഹത്തിന്റെ ചികിത്സ ഇങ്ങനെ നടത്തുമ്പോ എന്നെ പോലെ തീർത്ഥം പോയിട്ട് എന്താ നമ്മുടെ പരിപാടി നമ്മൾക്കുള്ള വിവരം എന്താണ്? പണ്ടൊരിക്കൽ ആസ്പത്രി കിടന്നു എന്നുള്ളത് നമ്മളെ പാവം. പിന്നെ ആരല്ലോ തന്ന മരുന്ന് കുടിച്ചുകൊള്ളാണ്. നമ്മൾ പോയിട്ട് അതിൽ ഇടപെട്ട് സംസാരിക്കാൻ പാടില്ല. അത് അയാൾ ചെയ്യട്ടെ ചികിത്സ. ഓരോന്നിനും അർഹതപ്പെട്ടവർ പറയണം, അല്ലാത്തവർ പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. നിങ്ങൾ പറഞ്ഞ ഓർമ്മ നിങ്ങൾക്ക് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി നിങ്ങൾ പറഞ്ഞ ഹദീസ് സംസാരിക്കുകയാണ്. തീരെ സംസാരിക്കാനുള്ള പ്രായമെത്താത്ത കുട്ടി. ഉമ്മ ചോദിച്ചു, എന്താണ് രഹസ്യം? അതേ, ആദ്യം ആളുകൾ ബഹുമാനിക്കുന്നത് കണ്ട മനുഷ്യൻ അഹങ്കാരിയാണ്. അഹങ്കാരം എവിടെയാ ഉണ്ടാകുക? അഹങ്കാരം കൈമേലുണ്ടാകുക അല്ല, പിന്നെ കാൽമല അല്ല. എവിടെ അഹങ്കാരം? എവിടെ ഉണ്ടാകുക? മനസ്സിൽ അല്ലേ? അപ്പൊ ഈ ചെറിയ കുട്ടി പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള ഈ സംസാരത്തിന് പ്രായമെത്താത്ത കുട്ടി മനസ്സിലുള്ളത് അറിയുന്നു. ബുഖാരിയിലുള്ള ഹദീസാ പറയുന്നത്. മനസ്സിലുള്ളത് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ, ഖൽബകമെന്നോവർ ആ മുതലാളിയുടെ മനസ്സ് മുഴുവൻ കിബറാണ്. കുട്ടി പറയാണ്, അതുകൊണ്ട് ഞാൻ അള്ളാനോട് ദുആ ചെയ്തു, എന്നെ അങ്ങനെയാക്കണ്ട, എന്നെ കിബറനാക്കണ്ട. ഉമ്മാക്കതറിയൂല, കുട്ടിക്കറിയാം. കുട്ടി ബാബാ മുതുകിന്ന് കുതുബായി വന്നോവർ. അതേ, ബാപ്പയുടെ മുതുകെന്ന് വരുമ്പോ തന്നെ ഔലിയാക്കളിൽ പെട്ട നിലക്ക് ജനിക്കുന്ന ചില മക്കളുണ്ട് കേട്ടോ. ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസാണ്. ഞാൻ ആ ഹദീസ് എനിക്ക് ഓർമ്മ വന്നത് എന്തേ മറ്റൊരു സംഭവം പറയാനാണ്. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അതാ കുട്ടി പറയുന്നു, ആ പെണ്ണുണ്ടല്ലോ, ആളുകൾ ആരോപണം ഉന്നയിച്ച് കല്ലെറിയുന്ന പെണ്ണ്,
അവൾ വ്യഭിചരിച്ചിട്ടില്ല, കളവ് നടത്തിയിട്ടില്ല, ഇല്ലാത്ത ആരോപണം വെച്ച് കെട്ടി പറയുകയാണ്. അവൾ അല്ലാഹ്ക്ക് ദിക്ർ ചൊല്ലുകയാണ്, ഹസ്ബി അല്ലാഹ്. അവൾക്ക് റബ്ബിന്റെ അടുക്കൽ വലിയ സ്ഥാനമാണ്. ഇതും അറിഞ്ഞ കാര്യമല്ലേ? ആ കുട്ടി പറയുകയാണ്, ഹബീബ് നബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, അള്ളാഹുവിന്റെ മഹാന്മാരിൽ കുട്ടിക്കാലത്ത് തന്നെ അങ്ങനെ അറിയാൻ കഴിയുന്ന പവർ അള്ളാഹ് കൊടുക്കുന്ന മഹാന്മാരുണ്ട്. നീ കണ്ണടച്ച് എല്ലാം നിഷേധിക്കാൻ പോകണ്ട. ഓ മുഅ്മിനീങ്ങളെ, പിന്നീട് അവിടുന്ന് പറയാണ്, വേറെ ഒരു കുട്ടി തൊട്ടിലിൽ നിന്ന് സംസാരിച്ചു. അതേതാണ് ആ കുട്ടി? അതാ സ്വന്തം ഉമ്മ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇബാദത്തിന് വേണ്ടി ഒരു ചെറിയ കട്ടപ്പര ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ അതാ ഇബാദത്തിൽ മുഴുകിയ ഒരു മഹാൻ ജുറൈജ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പേരങ്ങനെയാണ്. ആ ജുറൈജിനെ ഉമ്മ വന്ന് വിളിച്ചു. അപ്പോൾ നിസ്കാരത്തിലായിരുന്നു. പഠിച്ചവനെ, ഉമ്മ വിളിക്കുന്നു, നിസ്കാരത്തിലാണല്ലോ, സുന്നത്ത് നിസ്കാരമാണ്. അള്ളാഹുവിനോടുള്ള സംഭാഷണം മുഴുമിപ്പിച്ചു. ഉമ്മ അന്ന് മടങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്, ഉമ്മ പോയ വഴി ഏതാണെന്നറിയില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ആ മഹാൻ അങ്ങോട്ട് ചെന്ന് നോക്കൂലേ? പിറ്റേ ദിവസവും ഉമ്മ വന്ന് വിളിക്കുമ്പോ സുന്നത്ത് നിസ്കാരത്തിലായി പോയി. അന്നും നിസ്കാരം പൂർത്തീകരിക്കുമ്പോഴും ഉമ്മ മടങ്ങിപ്പോയി. മൂന്നാം ദിവസവും വന്ന് വിളിച്ചപ്പോഴും അതാണ് സുന്നത്ത് നിസ്കാരത്തിലായി പോയി. അന്ന് ഉമ്മ പോകുമ്പോ അല്പം വേദനിച്ചങ്ങ് പറഞ്ഞു പോയി, അല്ലാഹുമ്മ ലാ തുമിതുഹു ഹത്താ യൻദുറ ഇലാ വുജൂഹിൽ മുമിസാദ്. എന്റെ മകനെ 3 ദിവസം ഞാൻ വിളിച്ചിട്ട് ഉത്തരം ചെയ്തില്ല എന്ന പ്രതിഷേധം. ഈ മകൻ മനഃപൂർവ്വം ചെയ്തതല്ല, നിസ്കാരത്തിലായതുകൊണ്ടാണ്, അവഗണിച്ചതല്ലെന്ന് ഉമ്മാക്ക് മനസ്സിലായില്ല. ഉമ്മയങ്ങ് ദുആ ചെയ്തു പോയി, എന്റെ മോനെ വ്യഭിചാരി പെണ്ണിന്റെ മുഖത്ത് നോക്കാതെ നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. വ്യഭിചരിച്ചിട്ടല്ലാതെ എന്ന് പറഞ്ഞിട്ടില്ല, പടച്ചവൻ കാത്തു. പറഞ്ഞത് വ്യഭിചാരി പെണ്ണിന്റെ മുഖത്ത് നോക്കാതെ മരിപ്പിക്കരുതേ എന്നാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ സംഭവിച്ച സംഭവം എന്താണെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. ഹബീബ് നബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ആ രാജ്യത്തുണ്ട് ഒരു കഠിനമായ തെറ്റ് ചെയ്യുന്ന വ്യഭിചാരി പെണ്ണ്. ആ വ്യഭിചാരി പെണ്ണിന്റെ മുമ്പിൽ വെച്ച് ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ ഇബാദത്തിനെ കുറിച്ചും മഹത്വത്തെ കുറിച്ചൊക്കെ ആളുകൾ പുകഴ്ത്തി പറയുമ്പോ അവള് പറയുന്നു, അവനെ ഞാൻ ഒരൊറ്റ ദിവസം കൊണ്ട് പിഴപ്പിച്ചു തരാം. അതേ, അങ്ങനെ പറഞ്ഞുകൊണ്ട് അവളതാ പോകുന്നു. ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ പിഴപ്പിക്കാൻ പോയിട്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് അവളെല്ലാ നാടകങ്ങളും നൃത്തങ്ങളും എല്ലാം അവൾ പയറ്റി നോക്കുന്നു. തെറ്റിലേക്ക് ക്ഷണിക്കാനാണ്. പക്ഷേ മഹാനവറുകൾ തിരിഞ്ഞു നോക്കിയില്ല. അവൾ നിരാശയായി മടങ്ങി പർവ്വതത്തിന്റെ മറുഭാഗത്ത് പോയി ഒരാട്ടിടയനുമായി ബന്ധപ്പെട്ട് ആ ബന്ധത്തിൽ കുട്ടി ജനിച്ചപ്പോ ശുദ്ധമായ കളവ് ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഈ പെണ്ണ് കുട്ടിയെ എടുത്ത് അങ്ങാടിയിൽ വന്നിട്ട് ഇത് ജുറൈജിന്റെ കുട്ടിയാണെന്ന് ശുദ്ധമായ കളവ് പറയുന്നു. സാധാരണക്കാരുടെ സ്വഭാവം ഒരു മഹാനെ സംബന്ധിച്ച് വല്ല ആരോപണവും കേട്ടാൽ ആരോപണം ശരിയോ തെറ്റോ എന്ന് നോക്കാതെ ഉടനെ തന്നെ അതിലിടപെട്ട് സംസാരിക്കുന്ന വിവരക്കേടില്ലേ. ആളുകളൊക്കെ അതാ ഓടിച്ചെന്ന് കട്ടപ്പര വലിച്ചെറിയുന്നു, പുറത്ത് വലിച്ചിട്ട് ശകാരിക്കുന്നു, തല്ലാൻ നോക്കുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് സംഗതി മനസ്സിലാകുന്നില്ല. കാരണം അന്വേഷിക്കുന്നു. നീ ഇവളെ വ്യഭിചരിച്ചില്ലേ എന്ന് പറഞ്ഞ പെണ്ണിനെ അവർ ഹാജരാക്കുന്നു. ഇവളെ ഞാൻ വ്യഭിചരിച്ചു എന്നോ അവളെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കേണ്ടി വന്നു. ഉമ്മാന്റെ ദുആതാണല്ലോ, വ്യഭിചാരി പെണ്ണിന്റെ മുഖത്ത് നോക്കാതെ മരിപ്പിക്കരുത്. ഇവളെ ഞാൻ വ്യഭിചരിച്ചോ? അതെ. കുട്ടിയുണ്ടായടാ, ഇത് നിന്റെ കുട്ടിയാണ് എന്നാ പറയുന്നത്. ജുറൈജ് റളിയല്ലാഹു അൻഹു അമ്പരക്കുന്നു, നിന്നു പോകുന്നു. ഇതെന്തൊരു വിചിത്രമായ വാദം. മഹാനവറുകൾ ചോദിക്കുന്നുണ്ട്, 2 റകഅത്ത് നിസ്കരിച്ചൂടെ? മഹാന്മാരങ്ങനെയാണ്. നിസ്കരിക്കാത്തവരല്ല മഹാന്മാര്, നിസ്കരിക്കുന്നവരാണ് മഹാന്മാർ. നിസ്കരിക്കാത്ത ഒരു നബിയും ഉണ്ടായിട്ടില്ല, നിസ്കാരം കൽപ്പിക്കാത്ത ഒരു റസൂലും കഴിഞ്ഞു പോയിട്ടില്ല. റബ്ബനാ ലിയുഖീമുസ്സലാ, ഞാൻ
ഞാൻ ഈ ചെറിയ കുട്ടിയെയും ഹാജർ ബീവിയെയും ഒക്കെ ഈ മക്കയുടെ മലരണ്യത്തിൽ, ഈ കാട്ടിന്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഈ പാറക്കെട്ടിൽ ആരുമില്ലാത്ത ഒരിറ്റ് വെള്ളം പോലുമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തി പോകുന്നത് നിസ്കാരം മുറക്ക് നിർവഹിക്കാനാണ്. അല്ലാഹ് എല്ലാ അമ്പിയാക്കളും പറഞ്ഞ കാര്യമാ നിസ്കാരം. എന്റെ മോമിനീങ്ങളെ, മോമിനാത്തുകളെ, 5 വഖ്ത് നിസ്കാരം കൈയൊഴിക്കുന്നവൻ ഫാസിഖാണ്, തമ്മാടിയാണ്, തോന്നിവാസിയാണ്. സ്വന്തം മകളെ നിക്കാഹ് ചെയ്തു കൊടുക്കാനുള്ള അധികാരം പോലും ലഭിക്കാത്ത ഫാസിഖാണ്. ഇസ്ലാമിക ശരീഅത്തിന്റെ കോടതിയും നിയമമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നടപ്പാക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ബഹുസ്വര രാജ്യമായ ഇന്ത്യയിൽ നമ്മുടെ ശരീഅത്തിന്റെ നിയമങ്ങൾ എല്ലാ സ്ഥലത്തും നടപ്പാക്കാനുള്ള വകുപ്പ് നമുക്കില്ലല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രാജ്യത്തുള്ളവർ ഈ രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്, ഈ രാജ്യത്തിന്റെ ഐക്യം സൂക്ഷിക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു വർഗീയതയുണ്ടാകാൻ പാടില്ല, ഇവരൊരു ഭീകരവാദമോ തീവ്രവാദമോ ഉണ്ടാകാൻ പാടില്ല. അതല്ലേ പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. പറഞ്ഞു വന്നത്, അതാ നിസ്കരിക്കാത്തവന് സലാം ചൊല്ലിയാൽ മടക്കേണ്ടതില്ല, അവന് സലാം പറയേണ്ടതില്ല. നിസ്കരിക്കാത്തവന് ഒരു സ്ഥാനവും ഇസ്ലാമിലില്ല. അത്രയും നീചനാണ് നിസ്കാരമൊഴിക്കുന്നവൻ. ബുദ്ധിയുണ്ടെങ്കിൽ, ശുദ്ധിയുണ്ടെങ്കിൽ, പ്രായപൂർത്തിയെത്തിയിട്ടുണ്ടെങ്കിൽ നിസ്കരിച്ചേ പറ്റൂ. അത് നിന്ന് കഴിയൂലേ, പിടിച്ചു നിൽക്കണം. അതിന് കഴിയൂലേ, ഇരുന്ന് നിർവഹിക്കണം. കഴിയൂലേ, കിടന്ന് നിർവഹിക്കണം. കഴിയൂലേ, എന്നാ തല കൊണ്ട് മാത്രം ഇശാറത്താക്കണം. അതിനും കഴിയൂലേ, കണ്ണുകൊണ്ട് ഇശാറത്താക്കണം. നിസ്കാരം ഒഴിവാകൂല, ബുദ്ധിയുള്ള കാലത്തോളം ഒഴിവാകൂല. സുബ്ഹാനല്ലാഹ്. ഇന്നലെ ഒരു ചർച്ച, ഒരാളെടുക്കൽ ചിലർ പോകുന്നു. പോകുന്നതിൽ ബിരുദമെടുത്ത പണ്ഡിതന്മാരടക്കമുണ്ട്. ഞാൻ സ്ഥലം പറയുന്നില്ല. ഇതൊരു വല്ലാത്ത ആഖിർ സമാനാണ്. പറഞ്ഞു, അതായത് ഉണക്ക് വിട്ടാ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പോണ്ടെന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്തേ പറ്റൂ. അങ്ങനെയാ മനുഷ്യന്മാരെ ഹാല്. ഞാൻ ബുലൂക്ക് വിമാനത്തിൽ പഠിക്കുന്ന കാലത്ത് സൂര്യഗ്രഹണം ഉണ്ടായി. പത്രത്തിലൊക്കെ വന്നു, അത് നോക്കാൻ പാടില്ല, ചില അങ്ങാതികൾ നോക്കിയേ വിടൂന്നുണ്ട്. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. അപ്പോ സ്ഥലം പറഞ്ഞാൽ ചിലപ്പോൾ അവിടെ നീ നോക്കണം തോന്നുന്നു ആൾക്കാർക്ക്. അതിന് ഞാൻ ഉത്തരവാദിയാവും അല്ലാണ്ട് എടുക്കില്ല, അതുകൊണ്ട് പറയുന്നില്ല, സ്ഥലം പറയുന്നില്ല. സുഹൃത്തുക്കള് ചിലരൊക്കെ പോന്നു, ബിരുദമുള്ളവര് പോന്നു. എന്നിട്ടോ പോയി നേരത്തെ കൃത്യമായി തഹജ്ജുദ് അടക്കം നിസ്കരിച്ച ആള് പിന്നെ നിസ്കാരം തീരെ ഇല്ല. കൂടെ പോയവര് നിസ്കാരമില്ല. അതിനെ സംബന്ധിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറയിൽ, ഇന്നലെ ചേർന്ന മുശാവറയിൽ ചർച്ച വന്നപ്പോ ചർച്ചയിൽ എല്ലാ ആലിമീങ്ങളും പങ്കെടുത്തു. കൃത്യമായി പരിശോധിക്കാൻ വേണ്ടി ആളെ നിശ്ചയിച്ച്, അങ്ങനെ അടുത്ത മീറ്റിംഗിൽ നമുക്ക് അതിന്റെ തീരുമാനം പറയാം, പഠിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞ് കൃത്യമായി പഠിക്കാൻ വേണ്ടി ആളുകളെ നിശ്ചയിച്ചു. ഇന്നലെ ആ സമയത്ത് കേട്ട സംഭവമാണ് ഞാൻ പറയുന്നത്. ഓരോരുത്തർ ഇങ്ങനെ അനുഭവം പറയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആരോ ചോദിച്ചു, ഈ ഒരാളെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കാല് അയാള് മഹാനാണോ? അപ്പൊ ഒരാൾ പറഞ്ഞു, അയാൾ നിസ്കരിക്കലില്ല. അപ്പൊ മഹാനാന്നുള്ളതിന്റെ തെളിവാത് നിസ്കരിക്കലില്ല എന്നുള്ളതാണോ മഹാനാണ് എന്നുള്ളതിന്റെ തെളിവ്? സുബ്ഹാനല്ലാഹ്. അതിന്റെ കുറെ വിഷയങ്ങൾ പറഞ്ഞു, അതിലേക്ക് ഞാൻ പോകുന്നില്ല. സ്വന്തം ഭാര്യനെയും കൂട്ടിപ്പോയ ഒരാള് അയാളോട്, ഭാര്യനോട് പറയാണ്, ഈ കൂട്ടിക്കൊണ്ടു അയാളെ കൈ പിടിക്കുന്നു. ആരെ കൈ? ഉപ്പാപ്പാന്റെ. ഏതുപ്പാപ്പം? ഇത് സ്വന്തം ജന്മം കൊടുത്ത വാപ്പയല്ല, ഉപ്പാപ്പയല്ല കേട്ടോ. പിന്നെ ഉപ്പാപ്പാന്ന് വെറുതെ പേരിട്ടതാ, ഡ്യൂപ്ലിക്കേറ്റ് പേര് ഉപ്പാപ്പ. എന്തുപ്പാപ്പ? എന്നിട്ട് കൈപിടിക്കാൻ പറയാണ്. ഭാര്യ അതിന് തയ്യാറാകാതിരിക്കുമ്പോ ഭാര്യയോട് ചൂടാകുകയാണ്. ഇങ്ങനൊക്കെ ഉണ്ടല്ലോ. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത്. നമ്മൾ പരിശുദ്ധ ഇസ്ലാം നമ്മുടെ മുൻഗാമികളിൽ നിന്ന് കണ്ടുപിടിച്ചതാണ്. 5 നേരത്തെ നിസ്കാരം ഏറ്റവും പ്രധാനമാണ്. എന്നാൽ ഏത് പ്രശ്നത്തിനും പരിഹാരമാണ് നിസ്കാരം. ഖുർആനല്ലേ പറഞ്ഞത്, ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാം.
നിങ്ങൾ ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും സഹായം തേടിക്കോളൂ. നിസ്കരിച്ചാൽ പല മുറാദും ഹാസിലാകും, രോഗം മാറിപ്പോകും, അതുപോലെ പ്രശ്നം പരിഹരിക്കും. നിസ്കാരം വളരെ വലുതാണ് കേട്ടോ. വെറുതെ എല്ലാ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഖുതുബിയ്യത്ത് ഓതുമ്പോ 12 റകഅത്ത് നിസ്കാരമാണ്. അതേ സലാത്തുൽ ഹാജത്ത് എന്നാണ് ആ നിസ്കാരത്തിന്റെ പേര്. അതാ ആവശ്യം വിടാനുള്ള നിസ്കാരമാണ്. സുഹൃത്തുക്കളെ, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, 2 കണ്ണിനും കാഴ്ചയില്ല, കാഴ്ച വേണം നബിയേ. ഹബീബ് നബി തങ്ങൾ പറയുന്നു, ക്ഷമിച്ചാ വലിയ പ്രതിഫലമുണ്ട്. അദ്ദേഹം പറഞ്ഞു, പ്രതിഫലം വേണം, കണ്ണിന് കാഴ്ചയും വേണം. ഞാനൊരിക്കല് ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദിനോട് പറഞ്ഞു, നമ്മളിങ്ങനെ അധ്വാനിച്ച് സ്ഥാപനത്തിനും സംഘടനയൊക്കെ പിരിവിനു പോകും, ചിലപ്പോ ഒന്നും കിട്ടൂല. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അൽഹംദുലില്ലാഹ് പഠിച്ചോന്റെ കൂലി നമുക്ക് കിട്ടുമല്ലോ. നമ്മൾ അധ്വാനിച്ചതിന് കൂലി കിട്ടില്ലേ? കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കൊടുത്താൽ കിട്ടും, നമുക്ക് എന്തായാലും കിട്ടുമല്ലോ. അയാൾ കൊടുത്താലും കിട്ടും, കൊടുത്തില്ലെങ്കിൽ കിട്ടും. അപ്പൊ ഉസ്താദ് എന്നോട് പറഞ്ഞു, അത് സംഗതി ശരിയാണെങ്കിലും കിട്ടുകയും വേണമെന്ന് പറഞ്ഞു. കാരണം ഇത് നടക്കുകയും വേണ്ടേ, ആരും പൈസ കൊടുക്കാതെ സംഗതി നടക്കും. അപ്പൊ ഉസ്താദ് പറഞ്ഞു, അത് സംഗതി ശരിയാണ്, കൂലി നമുക്ക് കിട്ടും, പക്ഷെ നമുക്ക് കിട്ടുകയും വേണമെന്ന്. ഇതുപോലെ സുഹൃത്തുക്കളെ, നമ്മൾ നിസ്കാരം നിർവഹിച്ചാൽ അത് വലിയ പരിഹാരമാണ്, പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. അതാണ് വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത്. ഖുതുബിയ്യത്ത് ചെല്ലുമ്പോ നിസ്കാരം വളരെ പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരം. അതുകൊണ്ട് പലതും നേടാൻ കഴിയും. അക്കാരണത്താൽ മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഒരു ആരോപണം, വലിയ ദുരാരോപണമാണ്. ഇതിന്ന് രക്ഷപ്പെടണം. പരിഹാരമായി ജുറൈജ് റളിയല്ലാഹു അൻഹു 2 റകഅത്ത് നിസ്കരിക്കുകയാണ്. അത് തന്നെയാണ് ഈ ഹദീസിലും നമ്മൾ കാണുന്നത്. ഹബീബ് നബി തങ്ങളോട് പറയുന്നു, കണ്ണിന് കാഴ്ച വേണം, പ്രതിഫലവും വേണം. നബി തങ്ങൾ പറയുന്നു, നന്നായി ഒതുവെടുക്കുക, 2 റകഅത്ത് നിസ്കരിക്കുക. നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങളൊരു പ്രാർത്ഥന നടത്തുക. അല്ലാഹുവിനോട് താണുകേണ് അപേക്ഷിക്കുന്നതിനാണ് പ്രാർത്ഥനയെന്ന് നമ്മളൊക്കെ പറയാറുള്ളത്. അള്ളാഹിന്റെ സൃഷ്ടികളോട് അപേക്ഷിക്കുന്നതിന് പ്രാർത്ഥന എന്ന് സാധാരണ പറയാറില്ല. പോലീസ് സ്റ്റേഷനിൽ പോയി പെർമിറ്റിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നൊരാളും പറയൂല, അപേക്ഷിച്ചു എന്ന് പറയും. അതേ, അപേക്ഷിച്ചു എന്ന് പറയും, തേടി എന്ന് പറയും. ഇതുപോലെ മുസ്ലിമീങ്ങളെ പ്രയോഗം എല്ലാവർക്കും അറിയാം. ഒരു പാവപ്പെട്ടവരോട് കടത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറയൂല, കടം സഹായം ചോദിച്ചു എന്ന് പറയും. അതേ, മദ്രസയ്ക്ക് വേണ്ടി അതാ സംഭാവന ചോദിച്ചു, അവിടെ സഹായം തേടി എന്ന് പറയും, പ്രാർത്ഥിച്ചു എന്ന് പറയൂല. എന്നാ മോനെ വിതരണം ചെയ്യുന്നത്? ഇപ്പം വിതരണം ചെയ്ത ആളുകൾ വായിച്ചാലേ ലാസ്റ്റ് കൊടുക്കാം. അപ്പോ ശ്രദ്ധ ഉണ്ടാവില്ല. ഒരു മനുഷ്യന് ഒരു കൽബേ അല്ല കൊടുത്തിട്ടുണ്ട്. 2 കാര്യം ഒരേ സമയത്ത് ശ്രദ്ധിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ മൊബൈൽ ഫോണിൽ ഇങ്ങനെ വിളിച്ചു പോകുമ്പോൾ പല ആക്സിഡന്റും ഉണ്ടാകുന്നത്. കാരണം കണ്ണങ്ങോട്ടുണ്ടായിട്ട് കാര്യമില്ല, കാതിൽ ഇങ്ങനെ ഇത് കേൾക്കുമ്പോൾ അതിന്റെ മറുപടി പറയുന്ന ചിന്തയുണ്ടാവുള്ളൂ. അങ്ങനെയാണ് ട്രെയിൻ വന്നിടിച്ചത്. എന്തേ, മൊബൈൽ ഫോണിൽ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ട്രെയിൻ വന്നിട്ട് വിവരം അറിഞ്ഞില്ല. ഉണ്ടായ സംഭവങ്ങൾ കേരളത്തില് മനസ്സൊന്നേ ഉണ്ടാവുള്ളൂ മനുഷ്യൻ.